തലശ്ശേരി നഗരത്തിലെത്തുന്ന ആളുകൾക്കും കെട്ടിടങ്ങൾക്കും ഭീഷണിയായി ആൽമരം. പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന നഗരസഭാ കെട്ടിടത്തിന് സമീപത്താണ് ആൽമരം അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. ആൽമരത്തിന്റെ വേരുകൾ കെട്ടിടത്തിനുള്ളിലേക്ക് പടർന്ന കോൺക്രീറ്റ് പാളികൾ പലപ്പോഴും അടർന്നു വീഴുന്നുണ്ട്. 40 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടത്താത്തതും അപകട ഭീഷണി ഇരട്ടിയാക്കുന്നു. ആൽമരം മുറിച്ചുമാറ്റിയും കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്തിയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹൈമ പറഞ്ഞു. ദിവസം നിരവധി ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് പുതിയ ബസ് സ്റ്റാൻഡ്. പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടത്തിൽ ആൽമരം വളർന്ന് അപകട ഭീഷണി ഉയർത്തുകയാണ്. കാലപ്പഴക്കം ചേർന്ന കെട്ടിടത്തിൽ ആലിന്റെ വേരുകൾ വളർന്ന് കോൺക്രീറ്റ് ഭിത്തികൾ അടർന്നു വീണതായി കാണാം. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് കെട്ടിടത്തിനുള്ളിൽ കൂടി സഞ്ചരിക്കുന്നത്. കെട്ടിടത്തിനുള്ളിലും നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന രീതിയിലാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഏതാണ്ട് 40 വർഷത്തോളം കാലപ്പഴക്കമുള്ള കെട്ടിടത്തിൽ കൃത്യമായ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കാരണമാണ് കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന് മുമ്പിൽ കൂടെ നടന്നു പോകുവാൻ വരെ പേടിക്കേണ്ട അവസ്ഥയാണ്. ഇതിനെതിരെ നഗരസഭ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് തലശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധ പരിപാടികളോടെ മുന്നോട്ട് പോകുമെന്ന് നഗരസഭയെ അറിയിക്കുകയാണ്. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.